ഹായ് ഹലോ നമസ്കാരം. നമ്മുടെ വീഡിയോ പഴയത് കണക്ക് തന്നെ ഹേമ കമ്മിറ്റി തന്നെയാണ്. അപ്പോൾ അതിനകത്ത് ഇന്ന് ഷക്കീലയുടെ ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് ഈ രൂപശ്രീ എന്ന് പറയുന്ന നായികയുമായിട്ട് ബന്ധപ്പെട്ടൊരു ഇൻസിഡൻറ്റ് പറയുന്നുണ്ടായിരുന്നു. അപ്പം അവർ സിനിമയുടെ പേരോ ബാക്കി കാര്യങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊഡ്യൂസറോ ഒന്നും അറിയാൻ വയ്യ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. നമുക്ക് അതിൻ്റെ ഇതിവിടെ വെക്കാം. ക്യാപ്റ്റൻ എന്ന് പറയുന്ന ഒരു സിനിമയുടെ ഇതിലാണ് രൂപശ്രീ, അതേ കണക്ക് കലാഭവൻ മണി, ഈ പറയുമാതിരി ഷക്കീല എന്നിവർ ഒരുമിച്ച് അഭിനയിച്ച ഒരേ ഒരു സിനിമ ക്യാപ്റ്റൻ എന്ന് പറയുന്നതാണ്. 1999 ഇറങ്ങിയ ഈ സിനിമ നായകൻ ബാബു ആൻ്റണി കേന്ദ്ര കഥാപാത്രമായിട്ട് വാണിജ്യനാഥ് അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ വെച്ചുകൊണ്ടാണ് ഈ സിനിമ ചെയ്യുന്നത്. ഇതിൻ്റെ സെറ്റിലാണ് ഈ പറഞ്ഞ രൂപശ്രീക്ക് വലിയ മോശമായിട്ടുള്ളൊരവസ്ഥ ഉണ്ടായെന്ന് പറയുന്നത്. വളരെ ശരിയായിരിക്കും. 1999 കാലഘട്ടങ്ങളൊക്കെ ഭയങ്കര മോശമായിരുന്നു. അതിനകത്തെ പ്രൊഡ്യൂസറിൻ്റെ ഭാഗത്തു നിന്ന് അത്തരം ഇതുകൊണ്ടെന്ന് പറയുന്നു. പ്രൊഡ്യൂസറിൻ്റെ ഫോട്ടോയും മറ്റു കാര്യങ്ങളൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷേ സിനിമയുടെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം എന്താ പറയുന്നത്, ഇങ്ങനെയും കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്ന് ഈ തുറന്നു പറയുകയാണ്. അതേ കണക്ക് തന്നെ ഇദ്ദേഹം തന്നെ, അതായത് നമ്മുടെ ഷക്കീല തന്നെ പറയുന്നുണ്ട്, പണ്ട് കാലത്ത് ഈ പറയുമാതിരി ഈ മറയിലോ അല്ലെങ്കിൽ സാരി കെട്ടിയിട്ടോ അല്ലെങ്കിൽ ഈ പറയുമാതിരി ഏതെങ്കിലും കാട്ടിലൊക്കെ പോയിരുന്ന ഡ്രസ്സ് മാറുന്നൊരു പതിവായിരുന്നു എല്ലാ നായികമാർക്കും ഉള്ളത്. ആദ്യകാലത്ത് നിങ്ങൾ ഷക്കീല എന്നൊക്കെ പറയുമ്പോൾ മോശമായിട്ട് മാത്രം കാണരുത്. ആദ്യകാലത്ത് ഷക്കീലയും ഒരു ആക്ടറായിരുന്നു, സാധാ ഒരു ആക്ടറായിരുന്നു. അതിനുശേഷം അവർ ഈ പറയുമാതിരി മറ്റ് സിനിമകളുടെ ഭാഗമായി ഈ സർട്ടിഫിക്കറ്റ് സിനിമകളുടെയൊക്കെ ഭാഗമായെന്ന് മാത്രമേ ഉള്ളൂ. ആദ്യകാലത്ത് അവർ ഒരു എന്താ പറയുന്നത് നല്ലൊരു ആക്ടറായിരുന്നു. ഈ പറയുമാതിരി നല്ല സിനിമകളുടെയൊക്കെ പാട്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് ഈ രൂപശ്രീ ഒക്കെ ഉള്ള ഈ ഒരു വേലക്കാരിയുടെ റോളാണ് ഈ സിനിമയിൽ ചെയ്തിരുന്നത്. ഏതാ ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പടത്തിൽ ചെയ്തിരുന്നത്. ഈ ക്യാപ്റ്റൻ എന്ന് പറയുന്ന സിനിമ പണ്ടും ഒരുപാട് ഇഷ്യൂസിലൂടെ കടന്നു പോയിട്ടുണ്ട്. വാണി വിശ്വനാഥിനോട് മിസ്ബിഹേവ് ചെയ്തു എന്നുള്ളൊക്കെ രീതിയിലൊക്കെ. അത് ക്യാപ്റ്റൻ രാജു ഒക്കെ ഉള്ള ഒരു പടമാണ്. ആ സിനിമയിൽ വന്നുകൊണ്ടാണ് ക്യാപ്റ്റൻ രാജു എന്നുള്ള പേര് തന്നെ വീഴുന്നത്, ക്യാപ്റ്റൻ എന്നുള്ള പേര് വീഴുന്നത്. അപ്പോൾ അങ്ങനെ ക്യാപ്റ്റൻ രാജുവിൻ്റെ അടുത്ത പടമോ അങ്ങനെ എന്തോ ആണ് ക്യാപ്റ്റൻ രാജുവിൻ്റെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഈ പറയുമാതിരി ഈ നമ്മുടെ ബാബു ആൻ്റണി ഭയങ്കര തിളങ്ങി നിൽക്കുന്ന സമയമുള്ള എന്തേ കമ്പോളമൊക്കെ ഇറങ്ങുന്ന സമയത്തുള്ളൊരു പടമാണ്. സോ ഇത് ഏകദേശം വിശ്വസിക്കാവുന്നൊരു സോഴ്സ് തന്നെയല്ലേ ഈ ഷക്കീല ഈ പറയുന്ന വെളിപ്പെടുത്തലുകൾ. അപ്പോൾ ഈ ഒരു വലിയ ഇൻസിഡൻറ്റിൽ നിന്ന് ഇവരെ രക്ഷിച്ചു എന്ന് പറയുന്നത് ഈ പറയുന്ന ഷക്കീല തന്നെയാണ്. രക്ഷിച്ച് രാത്രിയിൽ പാതിരാവിലെ ഇവരെ കൊണ്ടുവന്ന് ഈ പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു എന്നൊക്കെ പറയുന്നു. സോ ഇങ്ങനെയും കുറേ ഇൻസിഡൻറ്റുകളുണ്ട്. വെളിയിൽ വരട്ടെ, ഇതിൻ്റെ പ്രൊഡ്യൂസറെ കണ്ടുപിടിക്കണം. ഇതും പറ്റുമെങ്കിൽ കേസാക്കി മുന്നോട്ട് പോകണം. കാര്യം ഇത്തരം വൃത്തികെട്ടവന്മാരും മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം വെളിയിൽ വരേണ്ടത് തന്നെയാണ്. സോ കഴിഞ്ഞ പാപമായാലും ഇപ്പോൾ അനുഭവിച്ചേ മതിയാവും. പണ്ട് കാലത്ത് ഈ പറയുന്ന ഇത്തരം സിനിമകൾക്ക് ഈ പ്രൊഡ്യൂസർ വലിയ ഫേമസ് അല്ലാത്തതിന് കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം സിനിമകൾക്ക് ഇതിനു വേണ്ടി കുറേ പ്രൊഡ്യൂസേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടം കുറേ ജൂനിയർ ആർട്ടിസ്റ്റിനെയും വെച്ച് ഇതിനു വേണ്ടി മാത്രം ചെയ്യുന്ന പടങ്ങളിലൊന്നായിട്ട് നമുക്കതിന് കണക്കാക്കും. പടം അത്ര ഇതൊന്നുമല്ല. പക്ഷെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന പടം അത്യാവശ്യം ഓടിയ പടമാണ്. പക്ഷേ ആ പ്രൊഡ്യൂസർ അത്ര വലിയ ഫെയിമൊന്നുമല്ല. സോ ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം. താങ്ക് യു ഓൾ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.